ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് ഇത്രയും പേരോട് ഗുരുബോധരോട് വന്ദനം പറയാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ സഹപാഠികൾ ഒത്തൊരുമിക്കുമെന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇത് ദൈവാനുഗ്രഹമായിട്ട് ഈശ്വരഹിതമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളിൽ കുറച്ച് പേരുടെ തീവ്ര പരിശ്രമം വഴിയായിട്ടാണ് ഇത് സംഭവിച്ചത്. ഇതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഞാനിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് എൻ്റെ ഗുരുബോധരോടാണ്. ഞാൻ ഇന്നൊരു സന്യസ്ത വൈദികനായിട്ട് ജീവിക്കുന്നെങ്കിൽ, ജോലി ചെയ്യുന്നെങ്കിൽ അത് എൻ്റെ ഗുരുബോധരുടെ മാതൃകയാണ് എന്ന് എനിക്ക് ഏറെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഏറ്റുപറയാൻ സാധിക്കും. സിസ്റ്റർ സിസിൽ ക്ലെയർ പറഞ്ഞല്ലോ അന്നത്തെ ചില കടുംപിടുത്തവും ശാഠ്യങ്ങളും ഒക്കെ. അത് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നന്മയ്ക്കായിട്ട് കരുതി എന്ന് ഞാൻ നോവിഷ്യേറ്റിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ നവസന്യാസത്തിൽ അവിടെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് മുമ്പോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ചഞ്ചലിപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഉടനെ സിസ്റ്റർ പാസ്കലിന് എഴുതി. സിസ്റ്റർ പാസ്കൽ എനിക്ക് ഏറെ പ്രാർത്ഥനയുടെ മറുപടി നൽകി. പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു മറുപടി നൽകി. സിസ്റ്റർ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇന്നും വളരെ എൻ്റെ സന്യസ്ത ജീവിതത്തിൽ സ്വാധീനമുള്ള ഒന്നായിട്ടാണ് കാണുകയാണ്. ഞങ്ങൾ പലപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരിക്കലൊന്നും മിണ്ടാറുണ്ട് ഫോണിൽ. മറ്റ് സിസ്റ്റേഴ്സ് വളരെ ചുരുക്കം അങ്ങനെയുള്ളൂ, എങ്കിലും സിസ്റ്റർ പാസ്കലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗുരുബോധരാണ് നമ്മൾ ഇന്നായിരിക്കുന്നതിൽ വളരെ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്, പ്രേരണ നൽകിയിട്ടുള്ളത്. എൻ്റെ നല്ല ഓർമ്മകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരിക്കലും എനിക്കൊരു നെഗറ്റീവായിട്ട് ഓർമ്മയുണ്ടായിട്ടില്ല. ഒരു ഓർമ്മ മാത്രം, ഒരു ദിവസം അന്ന് ഇവിടെ ഈ ഇപ്പോൾ സിസ്റ്റർ സിസിൽ ക്ലെയർ ട്രോഫി നൽകിയില്ല എല്ലാവർക്കും. അന്ന് ഇതൊന്നും വാങ്ങിച്ച് കഴിക്കാൻ മേലെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വാങ്ങിച്ചു തന്നു. ഞാൻ കഴിച്ചു. നേരെ പ്രത്യക്ഷപ്പെട്ടത് സിസ്റ്റർ സിസിൽ ക്ലെയറിൻ്റെ ഫ്രണ്ടിലാണ്. അതെങ്ങനെ സംഭവിച്ചോന്ന് എനിക്കറിയില്ല. കൃത്യം പ്രത്യക്ഷപ്പെട്ടു. സിസ്റ്റർ പറഞ്ഞു അമ്മച്ചിയെ കൊണ്ടുവരാതെ നാളെ ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മച്ചിയോട് കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ ഒരു ഡിസിപ്ലിൻ, ഇന്നിപ്പോൾ ഞാനൊരു ഡിസിപ്ലിനേറിയനാണ് കോളേജിൽ. അപ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെഗറ്റീവ് ഓർമ്മ എനിക്കൊന്നുമില്ല. എല്ലാം പോസിറ്റീവായിട്ടുള്ള സഹപാഠികളെല്ലാവരുമായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗുരുബോധർക്ക് ഞാൻ എൻ്റെ വന്ദനം പറയുന്നു. നിങ്ങൾ നൽകിയ മാതൃകയ്ക്ക്, സ്നേഹത്തിന്. സിസ്റ്റർ സിസിൽ ക്ലെയർ ബാംഗ്ലൂർ വന്നപ്പോൾ കാണാൻ പറ്റാത്തതിൽ എനിക്ക് എത്ര ഏറെ സങ്കടമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലും പോയി കാണുമായിരുന്നു. അത് തീർച്ചയാണ്. ഞാൻ അറിഞ്ഞില്ല, സെക്യൂരിറ്റി മനസ്സിലാക്കി കാണുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാൻ സോറി ചോദിക്കുന്നു. അങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ഗുരുബോധരായ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പ്രിയ സഹപാഠികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു വലിയ സന്തോഷവും വികാരമൊക്കെയാണ് ഈ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിൽ ഉള്ളത്. ആ സന്തോഷത്തിന് കാരണഭൂതരായ ഗുരുക്കന്മാരുടെ മുമ്പിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ശിരസ് നമിക്കുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിലും ഈ നിമിഷങ്ങളിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ഒത്തിരിയേറെ ഓർമ്മകൾ തീർച്ചയായും ഇങ്ങനെ ഒരു ഗ്യാതറിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ തീർച്ചയായും അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനൊരു ഗ്യാതറിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ കൂടുതലായിട്ട് മനസ്സിലേക്കൊക്കെ വരാൻ തുടങ്ങി. ഒരു കൊച്ചു സംഭവം മാത്രം ഞാനിവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ മേരി മണിയഞ്ചറിയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഈ കൊച്ചു കഥാപുസ്തകങ്ങളൊക്കെ ക്ലാസ്സുകളിൽ പിയൂൺസ് ഓരോ ക്ലാസ്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കും, അത് മേടിക്കുവാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത് കഥാപുസ്തകങ്ങൾ ക്ലാസ് ബീഡിലിനെ ഏൽപ്പിച്ചു. പക്ഷേ ആ പുസ്തകങ്ങൾ അധികം ചിലവായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബീഡിൽ തോറ്റത് കൊണ്ട് ബീഡിൽ ആ പുസ്തകങ്ങളൊക്കെ ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിലേക്ക് കൈമാറി. എനിക്ക് തോന്നുന്നു ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്ലാസ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, നമുക്കറിയാം മേരിമണീന്ദ്ര ടീച്ചറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞുള്ള അറ്റൻഡൻസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വീട്ടിൽ ചോദിച്ചാൽ പൈസ തരാഞ്ഞിട്ടാണോ ഈ പുസ്തകം മേടിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, പൈസയൊക്കെ തരും, പിന്നെ എന്തുകൊണ്ടാണ് മേടിക്കാഞ്ഞ് എന്ന് ചോദിച്ച ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കൈയുടെ ഒരത്തിനിട്ടൊരു 10-20 അടി അതിന് ഇടയിൽ കഴിഞ്ഞിരുന്നു.
അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമൊക്കെ തോന്നി. പക്ഷേ ആ പുസ്തകം പിന്നെ മേടിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ പോയി അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ആ പുസ്തകം വായിച്ചു. അപ്പോൾ അത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ജീവചരിത്രം അടങ്ങുന്ന ഒരു ചിത്രങ്ങളോട് കൂടിയ ഒരു കഥാപുസ്തകമായിരുന്നു. പിന്നീട് ഞാൻ കുറച്ചും കൂടിയൊക്കെ ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ വിശുദ്ധനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് ആ വിശുദ്ധന് എന്നെനിക്ക് മനസ്സിലായി. കാരണം വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് ആഗസ്റ്റ് 14-നാണ്. അപ്പോൾ അന്ന് തന്നെയാണ് എൻ്റെ ജന്മദിനവും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഓർമ്മകൾ വരുന്നത് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു വൈദികനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുരുഭൂതരുടെ ശിക്ഷണവും അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ കൂട്ടുകാരെ പലരെയും ഞാൻ 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഗുരുഭൂതരെ പലപ്പോഴും പല സാഹചര്യങ്ങളൊക്കെ കാണുവാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും സെമിനാരിൽ ചേർന്നതുകൊണ്ട് എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പല ഗുരുഭൂതരെയും എനിക്ക് കാണുവാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ആ സ്നേഹവും ഇതൊക്കെ ഇനിയും കൂടുതൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിരിക്കും എന്നെനിക്ക് ഉറച്ച പ്രതീക്ഷയുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ 2 വരി കവിത കൂടി ഞാൻ ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്: പിന്നിലോട്ട് മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നിലോട്ട് പായുന്നിതാളുകൾ. ഞാനൊരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്: പിന്നിലോട്ട് മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നിലോട്ട് പായുന്നിതാളുകൾ. ഒരു വലിയ ജീവിത സത്യം. നമ്മൾ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാല് ഒന്ന് പിന്നിലോട്ട് മടങ്ങും. മടങ്ങാതെ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഏതാണ്ട് ഇതുപോലെയാണ് ജീവിതത്തിൽ ഓരോ സ്റ്റേജിലും ഞങ്ങൾ വളർന്ന് ഈ ജ്വൽസ് 8 ഓരോരുത്തരും മുന്നിലോട്ട് വളരുമ്പോഴൊക്കെ തീർച്ചയായും ടീച്ചേഴ്സിനൊക്കെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അല്ലെ വിളിക്കാനൊക്കെ സാധിക്കുന്നില്ലെങ്കിലും തീർച്ചയായും അവരെ ഞങ്ങൾ ഓർക്കാറുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കാറുണ്ട്. ഇത് തീർച്ചയായും അതിൻ്റെ ഒരു മനോഹരമായ നിമിഷമാണ്, അനുഭവമാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ആൾക്ക് ഞാൻ മൈക്ക് കൈമാറും. ബിജു വർഗീസ്, മറ്റ് കൂട്ടുകാരെ, ഞാനൊരു അച്ഛനാണ്. ഉടുപ്പ് വന്നപ്പോൾ തന്നെ സിസ്റ്റർ ക്ലെയർ എന്നെയാണ് കളിയാക്കിയത്. ഞാൻ ഡ്രസ്സ് മാറി വന്ന് എങ്ങടാറുണ്ട്. ഏതായാലും യാത്രയുടെ സൗകര്യം പ്രമാണിച്ചാണ് ഇങ്ങനെ ഞാൻ വരേണ്ടതായിട്ട് വന്നത്. എൻ്റെ പേര് ബൈജു വർഗീസ് എന്നാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബൈജു വർഗീസ്. ഇപ്പോൾ ഫാദർ ബൈജു എടശ്ശേരി എന്ന പേരിൽ എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നു. വൈക്കം അടുത്തുള്ള വടയാർ എന്നുള്ള പള്ളിയിലാണ് ഞാനിപ്പോൾ വികാരിയച്ഛനായിട്ട് സേവനം ചെയ്യുക. ഇന്നേ ദിവസം ഇവിടെ വരുവാനായിട്ട് സാധിച്ചതിൽ, നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിൽ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനെ കാണുവാനും, അവരെ ഇടയ്ക്ക് കാണാറുണ്ട്, കുറച്ച് പേരെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. എങ്കിലും ഒരുമിച്ച് ഇന്ന് ഇവിടെ വന്ന് കാണുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിൽ നന്ദി പറയുകയാണ്. ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർ ബിജു വർഗീസ്, മേരിദാസൻ, മറ്റ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളവർ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. അവർക്ക് നന്ദി പറയുകയുമാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അവരുടെ പ്രോത്സാഹനമാണ്, അവരുടെ പ്രാർത്ഥനയാണ് എന്നെ ഒരു വൈദികനായി മാറ്റുവാനായിട്ട് എന്നെ സഹായിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ 9ാം ക്ലാസ് ടീച്ചറായിരുന്ന ബഹുമാനപ്പെട്ട പാസ്കൽ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ടീച്ചർ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹമൊക്കെ വളരെ വലുതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, പരീക്ഷ കഴിഞ്ഞപ്പോൾ വെക്കേഷൻ സമയത്ത് ടീച്ചർ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അതിന് കാരണമൊന്നുമല്ല, ഇംഗ്ലീഷിന് മാർക്ക് തീരെ കുറവാണ്. ടീച്ചർ പഠിപ്പിക്കുന്ന മറ്റു വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കുണ്ട്, പക്ഷേ ഇംഗ്ലീഷിന് തീരെ മാർക്ക് കുറവ്. അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് എൻ്റെ വീട് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിൽ വന്നിരിക്കുക, കാരണം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത്രമാത്രം സ്നേഹം എന്നോട് കാണിച്ച് പ്രോത്സാഹിപ്പിച്ച ബഹുമാന ടീച്ചേഴ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. അവരെ എത്രമാത്രം നന്ദി പറഞ്ഞാലും എത്രമാത്രം അവരെ ആദരിച്ചാലും മതി വരികയില്ല എന്നെനിക്കറിയാം. എങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. സിസ്റ്ററുകളേർ, അതുപോലെ മറ്റ് എല്ലാ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരോടും, ഗുരുബോധരായിട്ടുള്ള എല്ലാവരോടും എൻ്റെ വന്ദനം അറിയിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗേറ്റ് കടന്നു വന്നപ്പോൾ പല മുഖങ്ങളും കണ്ടുവെങ്കിലും എല്ലാവരും ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്ന ആർക്കും എല്ലാവർക്കും എല്ലാവരെയും അറിയാം. പക്ഷെ ആർക്കും ആരുടെയും പേരധികം ഓർമ്മ വരുന്നില്ല. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് വീണ്ടും ഇതാ ആ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ കാരിക്കാമുറി സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ ഗുരുഭൂതരോടൊപ്പം ജീവിക്കുവാനും അവരുടെ നന്മകൾ സ്വീകരിക്കുവാനും എൻ്റെ ഈ ജീവിതകാലം എനിക്ക് ഒത്തിരിയേറെ സഹായകപ്രദമായിരുന്നു. അതിനൊത്തിരിയേറെ നിങ്ങളോട് നന്ദിയുണ്ട്. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പേര് സിസ്റ്റർ റെന്നി എന്നാണ്. റെന്നി MV എന്നറിയപ്പെടുന്നായിരുന്നേ. പേര് മാറ്റിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ വേങ്ങൂര് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ്. ഉടുപ്പിട്ട് കഴിഞ്ഞിട്ട് ഈ മഠത്തിലേക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വേറെ കോൺവെൻറ്റിലാണ് പോയത്. ഉടുപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. സ്കൂളിൽ വന്നപ്പോൾ സിസ്റ്റർ പാസ്കലിനെ ഞാൻ നേരത്തെ കണ്ടു. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, സിസ്റ്റർ പാസ്കലിനോട് ഒരു പ്രത്യേക സിസ്റ്റർ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ആരും എന്നോട് ചോദിച്ചു, സിസ്റ്റർ പാസ്കലിനോട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ SLC പരീക്ഷയ്ക്ക് എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം എക്സാം എഴുതാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ സിസ്റ്റർ ഹോസ്പിറ്റലിൽ വരെയും ഒത്തിരി എന്നെ പരിഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സിസ്റ്റർ പാസ്കലിനോടും എൻ്റെ ഗുരുഭൂതരോടും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എല്ലാവരെയും കാണാനും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനും അവസരം നൽകിയതിനും ഇനിയും എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ പരിചയപ്പെടാനും വന്ന് വർത്താനം പറയാനൊക്കെ എല്ലാവരും സഹകരിക്കുക. ഞാൻ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഉണ്ടാവും. ആരവിടെ വന്നാലും ഓർത്തവാർഡിൽ എന്നെ അന്വേഷിച്ചാൽ കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഭൂതന്മാർ, വൈദിക ശ്രേഷ്ഠർ, സന്യാസിനികൾ, സഹപാഠികൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. 25 വർഷത്തിന് ശേഷമാണ് നാം തമ്മിൽ കാണുന്നത്, കൂടിക്കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ ആരും ഇനി ഒരിക്കൽ ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ഈ ഭൂമിയിൽ വെച്ച് കാണാൻ സാധ്യത തീരെ കുറവാണ്. നമ്മൾ ചിലരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടേക്കാം, പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഇനി കാണുവാൻ സാധ്യത തീരെ കുറവാണ്. ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് അവസരം ഒരുങ്ങിയത് ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനായി മുൻകൈ എടുത്ത ബിജു വർഗീസും ഇതിൻ്റെ പുറകിൽ അക്ഷീണ പ്രയത്നം ചെയ്ത മേരിദാസൻ, സന്തോഷ്, വെങ്കിടേഷ്, ലിജി, ഞാൻ രതി പേര് പറയുന്നില്ല, ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനുവേണ്ടി ഇതിൻ്റെ പുറകിൽ അത്യധ്വാനം ചെയ്തു. നിരവധി മാസങ്ങളല്ല വർഷങ്ങളായി തന്നെ അവർ ഇതിൻ്റെ പുറകിൽ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് ഞാൻ അവരോട് തീർത്തും നന്ദിയുള്ളവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു സമുദ്രത്തിലെ അല്ലെങ്കിൽ ഒരു പുഴയിലെ ഒരു ഉരുളൻ കല്ല് അത് ഉരുണ്ട കല്ലായി തീരുന്നതിന് മുമ്പ് അത് മലയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കൂർത്തുമൂർത്ത അഗ്രങ്ങളുള്ള എഡ്ജുകളുള്ള ഒരു പാറക്കഷ്ണമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ നിരവധി കൂട്ടിമുട്ടലുകൾ പാറയിൽ ഉരസി വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഇന്ന് നദിയിൽ ഒരു ചെറിയ നല്ല പോളിഷ്ഡ് സ്റ്റോണായി അത് മാറുന്ന ഒരവസ്ഥ. ആ ഒരു പ്രോസസ്സിലൂടെയാണ് അങ്കമാലി കിടങ്ങൂർ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നമ്മൾ ഓരോരുത്തരും കടന്നുപോയത്. നമ്മെ ചെത്തി മിനുക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച നമ്മുടെ ഗുരുബോധരെ ഓർത്ത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ പാസ്കൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സന്യാസിനിയാണ്. സ്വന്തം അമ്മ സ്നേഹിക്കുന്ന പോലെ പ്രത്യേകിച്ച് എന്നോടൊരു പ്രത്യേക സ്നേഹം. എൻ്റെ ഫാദർ 9ാം ക്ലാസ്സിൽ വെച്ച് മരിച്ചുപോയ നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്നാൽ ഒരു അമ്മ സ്നേഹിക്കുന്ന പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുതുകയൊക്കെ ചെയ്ത ആ സന്യാസിനി ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാം ഇങ്ങനെ മോൾഡ് ചെയ്യാൻ ദൈവം മുഖാന്തരങ്ങളായി ഇവിടെയുള്ള ഗുരുബോധരെ ഉപയോഗിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു കൂട്ടായ്മ ഇത് വീണ്ടും നമുക്ക് തുടരണം. നമ്മുടെ അടുത്ത തലമുറകൾ ഇത് കാണുവാൻ, അത് നല്ലൊരു മാതൃകയാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്
നിങ്ങളുടെ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാനിപ്പോൾ ദോഹയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ദോഹയിലാണ്. ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. അവിടെ സ്കൂളുള്ളതുകൊണ്ട് അവർക്ക് കടന്നു വരാൻ സാധിച്ചില്ല. വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കടന്നു വരണമെന്ന്. എന്നാൽ സ്കൂളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരാൻ സാധിച്ചില്ല. ഞാൻ ഇന്നലെ വന്നു, നാളെ പോവുകയാണ്, ഇന്ന് രാത്രി പോവുകയാണ്. ഏതായാലും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ഗുരുഭൂതർക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. എന്നെ പലർക്കും ഓർമ്മകളിലായിരിക്കും. അരുൺ കുമാർ, അങ്കമാലിലെ വീട്. ടീച്ചേഴ്സിന് ഇപ്പോൾ ചിലപ്പോൾ തിരിച്ച് ഓർമ്മയുണ്ടാവും, പ്രത്യേകിച്ച് സിൽക്ലർ ടീച്ചറിന്. ഒരുപക്ഷെ ടീച്ചറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അടിച്ചിരിക്കുന്നത് എന്നെയായിരിക്കും. എൻ്റെ ഓർമ്മകളിൽ അതെന്നും ഉണ്ടാവും. കാരണം ഇവിടുത്തെ ആ നെല്ലിമരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഇന്നുവരെ വെട്ടിയില്ലേന്നാണ്. പല ടീച്ചർമാരും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ടീച്ചർ എപ്പോഴും ചോദിക്കും, താൻ എന്തോ ഇവിടെ വന്നിരിക്കണം, താൻ ഇനി മൂലം ഇനി ഇവിടെ നിൽക്കണ്ട, സ്ഥിരമായിട്ട് എൻ്റെ ഓഫീസിൻ്റെ അവിടെ നിന്നോളം പറഞ്ഞിട്ട് എന്നെ പിടിച്ച് അവിടെ കാവൽക്കാരനാക്കി നിർത്തിയിട്ടുണ്ട്. ടീച്ചറിന് ഒരു വർഷം ഓർമ്മകളിലായിരിക്കും. പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെന്നീസ് കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞു, ഒരിക്കൽ ഇതുപോലെ എല്ലാവരും സ്റ്റഡി ലീവിന് പഠിക്കണു. അന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് സിൽക്ലർ ടീച്ചർ അവിടെ നിന്ന് നടന്നു വരിക. അപ്പം അന്ന് ടി വിയിൽ കളി കണ്ടിട്ട് വന്ന കാരണം കൊണ്ട് എന്താ വെച്ചാൽ ഒരു കല്ലെടുത്ത് ഞാനൊന്ന് മുകളിലേക്ക് ഇട്ട് സർവീസ് ചെയ്തു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മേത്തേക്കാണ് ഞാൻ സർവീസ് ചെയ്തത്. ടീച്ചർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് ഇങ്ങോട്ട് വരൂ വേഗം. ടീച്ചർ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ടീച്ചറിനെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് പേടിയായിരുന്നു. പിന്നെ എല്ലാ കൊല്ലവും എല്ലാ സ്റ്റഡി ലീവിനും സ്റ്റഡിക്കും പരീക്ഷയ്ക്ക് ടീച്ചറിൻ്റെ അവിടെ ഒരു ഡെസ്ക് ഇട്ടുണ്ടാവും. ആ ഡെസ്കിൽ ഇരുന്ന് പഠിക്കാനായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയൊരു ഇത്. അത് കാരണം കൊണ്ട് പഠിത്തം വളരെ നന്നായിട്ട് നടന്നിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ടീച്ചർമാരെയും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പല ടീച്ചറിന് സിസ്റ്റർ ലിസ്യു 8ാം ക്ലാസ്സിൽ വെച്ച് ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സംശയം ചോദിച്ചാൽ സംശയം എന്താണെന്ന് ഞാനിപ്പോൾ പറയാനില്ല, അത് ശരിയാവില്ല. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ. എനിക്കൊരു മോളാണ്, 10 വയസ്സിപ്പോൾ. അവളോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവളും ഷീസ് ഓൾസോ വളരെ ഈഗറാണ് കാണാനായിട്ട്. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരും. ഞാൻ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് 2 വർഷം ശങ്കര കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. പിന്നെ ഡിപ്ലോമ കളമശ്ശേരിയിൽ എടുത്തു. ഇപ്പം ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്. ലീവ് അതും കൂടി ക്ലബ്ബിൽ എല്ലാവരെയും, എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും, പല സുഹൃത്തുക്കളെയും ഫേസ്ബുക്കിലൂടെ പരിചയമുണ്ടെങ്കിലും എല്ലാവരെയും, അതിൽ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ നേരിട്ട് കാണാൻ കിട്ടി കഴിഞ്ഞപ്പോൾ റിയലി ഓവർവെൽംഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മനസ്സിൽ നിന്ന് തന്നെ ഒത്തിരി സന്തോഷം. പഴയ ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം. കാരണം അവരൊക്കെ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിതം പഠിക്കാനും ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാനും ഈവൻ പലർക്കും പല രീതിയിലുള്ള പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ കഴിയുന്നത്തെ രീതിയിൽ നമുക്ക് ചെയ്യാനും കഴിയുന്നത്. ഇതൊക്കെ വാക്കിൽ ഒതുക്കാവുന്നതല്ല എന്തായാലും. പ്രത്യേകിച്ചും പഴയ സഹപാഠികൾ ഓരോരുത്തരെ കാണുമ്പോഴും, പലരും ഇപ്പോൾ ദുബൈയിലുണ്ട്, അവരായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിലും നേരിട്ടൊരു കാണുന്നുള്ളൊരു മനസ്സിനുള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയലി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബിജു, മേരിദാസ്, സന്തോഷ് എല്ലാം. കാരണം ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് എത്രയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുകയും അവരും ചെയ്യുന്ന അവർ ഓരോരുത്തർക്കും എൻ്റെ വക നന്ദി അനുമോദനങ്ങളും രേഖപ്പെടുത്തുന്നു. മറിച്ച് ഇതേപോലുള്ള കൂട്ടായ്മകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കണം. പലരും ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാത്രം വന്നിട്ടുണ്ട്. റിയലി അപ്രീഷിയേറ്റഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. എക്സ്പീരിയൻസ് ഷെയറിങ് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കാനും പിന്നെ നമ്മളുടെ ഈ സംഘടന ഇതുവരെ ഇങ്ങനെ എത്തിപ്പെട്ടതിൽ പ്രധാന പങ്ക് വഹിച്ചവരെ പറ്റി 1-2 വാക്ക് പറയാം എന്നും കൂടി കരുതിയാണ് ഞാൻ നിൽക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കടങ്ങൂർ സ്കൂളിൽ വരുന്നത് അങ്കമാലി സെൻറ്റ് ജോസഫ്സ് സ്കൂളിൽ 5ാം ക്ലാസ് പഠിച്ചതിന് ശേഷമാണ്. എൻ്റെ ഓർമ്മ അന്ന് ടെസ്റ്റ് എഴുതി പിള്ളേരെ പ്രത്യേകിച്ചും കിടങ്ങൂരിൽ നിന്ന് പുറത്തുള്ള പിള്ളേരെ ടെസ്റ്റ് എഴുതി എടുക്കുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് എഴുതി വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അങ്കമാലിക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. ജോബിൻ കോട്ടയ്ക്കൽ, പിന്നെ ഒരു ജോമിയോൻ വട്ടോലി, പിന്നീട് അദ്ദേഹം നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നില്ല, വിനോദ് വി പോള്, ഇങ്ങനെ കുറച്ച് പേര്, സതീഷ് വർമ്മ. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ആളായിരുന്നു ആ ഏജിൽ. പെട്ടെന്ന് കരയുക, ഒരു ആൺകുട്ടിക്ക് ചേർന്ന അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ
അന്നത്തെ HM സിസ്റ്റർ ക്ലാരിസ് ടീച്ചറിനെ കാണാൻ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ഇച്ചിരി കൂടി ധൈര്യം വരട്ടെ എന്ന് വെച്ച് പറ്റുമെങ്കിൽ നിന്നെ ഞാൻ കരയിപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ എൻ്റെ സ്വഭാവം മാറി. കരച്ചിലിന് മാറിയപ്പോൾ ദേഷ്യ അത് കാലം മാറ്റിയൊരു വ്യത്യാസമായിരിക്കാം. പക്ഷെ ദേഷ്യവും ഈ കരച്ചിലൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു ഒരേ ഒരു മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരു ശീലമായിരുന്നു. അത് അന്നും അതെ ഇന്നും അതെ ഒരു പരിധി വരെ. പക്ഷേ ഇപ്പോൾ സ്റ്റേജിൽ കയറിയാലും അങ്ങനെ പേടികളൊന്നും എനിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വന്നപ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ബിജു വർഗീസിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണ്. കാരണം ആദ്യത്തെ 1-2 തവണ ബിജു വർഗീസ് ഫേസ്ബുക്ക് വഴി നമ്മളെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് കണ്ടമാനം ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ബിജു വർഗീസിൻ്റെ ആദ്യത്തെ ഒരു മെസ്സേജിന് ഞാൻ റെസ്പോൺസ് ഒന്നും കൊടുത്തില്ല. രണ്ടാമത്തേന് ബിജു വർഗീസ് എന്നോട് ചോദിച്ചു, എന്താടാ നിനക്ക് ഇത്ര ജാട എന്നാണ്. അപ്പോൾ ആ പറഞ്ഞത് ബിജു വർഗീസിൻ്റെ മനസ്സിൽ നിന്നായിരുന്നു. കാരണം ഒരു കൂട്ടുകാരനോട് ഒരു കാര്യം പറഞ്ഞാൽ റെസ്പോൺസിന് എടുക്കുന്ന ടൈം അത് നമ്മുടെ മനസ്സുകൾ പല രീതിയിലാണ് അല്ലേ. ഇപ്പോൾ അത്യാവശ്യത്തിന് മനഃശാസ്ത്രം അറിയാമെങ്കിൽ നമുക്കറിയാം ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർ ഒരു പക്ഷേ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ പോലെ പെട്ടെന്ന് പ്രതികരിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെപ്പോലും തൊട്ടുണർത്താൻ ബിജുവിൻ്റെ ഊഷ്മളമായ മനസ്സിന് സാധിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു പങ്ക് ബിജുവിൻ്റെ ആ മനസ്സിനാണ്. അത് ഒരു നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. കാരണം പിന്നീട് ഇതേ രീതിയിൽ എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത് ബിസ്മോൾ, നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടുന്ന് ഏറ്റവും വേണമെന്ന് ഒരു പക്ഷേ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബിസ്മോളിന് വരാൻ സാധിച്ചില്ല. എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു ക്യാപ്ഷൻ, ഒരു മെസ്സേജ് അയച്ചത് എയർ വിടൂ എന്നുള്ളതാണ്. സാധാരണ ഞാൻ കാഴ്ചയിൽ ചെറുതാണ്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. MCAക്ക് ഡിസ്റ്റെന്ന് നിങ്ങളൊരു പക്ഷേ അറിയുമായിരിക്കും. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി MCAക്ക് പഠിപ്പിക്കാം. ചെറുതാണെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് ആരും ഒരു തവണ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്നോട് ആരും അങ്ങനെ സംസാരിക്കില്ല നോർമലി. അപ്പോൾ അത്ര ക്യാഷ്വലായിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ എന്നെ ആഡ് ചെയ്ത് പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ പലരും 10-40 പേരെങ്കിലും അവിടെയുണ്ട്. ബിസ്മോൾ, പിന്നെ മേരിദാസിൻ്റെ പേര് വളരെ എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ 129 പേരിലും അവരുടെ എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് അതിനെടുക്കുന്ന സ്ട്രെയിൻ നമ്മൾ പക്ഷേ ഇവിടെ സ്റ്റേജിലൊന്ന് പറഞ്ഞാലോ അത് തീരുന്നല്ല. അതിനെടുക്കുന്ന സ്ട്രെയിൻ ആ മനസ്സിനെ ഒരു വലിയ കൈയടി. ഈ നല്ല വാക്കുകളല്ലാതെ നമുക്ക് വേറൊന്നും കൊടുക്കാനില്ല അവർക്ക് കേട്ടോ. പോയിട്ടുണ്ട്, എല്ലാവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ അടുത്ത് ഇൻ പേഴ്സൺ വ്യക്തിപരമായി തന്നെ ചെന്നെങ്കിലും അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മുടെ മീറ്റിങ്ങിൽ ഉണ്ടായോ എന്നുള്ളൊരു ചെറിയ സംശയം എനിക്കുണ്ട്. അപ്പോൾ പിന്നെ സന്തോഷ് രാജപ്പൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഞങ്ങൾ സന്തോഷിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളതായിട്ട് ഇവിടെ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. പലപ്പോഴും എല്ലാ മീറ്റിങ്ങുകളും തന്നെ ഞങ്ങൾ അവിടെയാണ് കൂടാറ്. അത് വെറുതെ അല്ല, AC ഒക്കെ ആയിട്ട് ലാവിഷായിട്ടാണ്. സന്തോഷ് വളരെ ടെക്നിക്കലായിട്ട് ഇടയ്ക്കത് ഓഫ് ചെയ്യാറുണ്ടെങ്കിലും ഇടയ്ക്കത് പിന്നെ ഓൺ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് ചൂടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ഈ ചൂടുള്ള April May മാസങ്ങളിൽ വളരെ ലാവിഷായി തന്നെ സന്തോഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സന്തോഷിൻ്റെ പങ്കും എടുത്ത് പറയേണ്ടതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവർ നീരസം തോന്നരുത്. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നിയോട് മാത്രമാണ് ഇത് പറയേണ്ടത്. പിന്നെ ലിജി വർഗീസ്, ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് രതി, അങ്ങനെ ഇതിനു വേണ്ടി അല്ലേ കണ്ടമാനം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇതാക്കാൻ വേണ്ടി അങ്ങനെ പലരും ഇതിൻ്റെ ഉള്ളിൽ കണ്ടമാനം സഹായിച്ചിട്ടുണ്ട്. വെങ്കടേഷ്, ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെ വേണം, ഒരു പക്ഷേ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ വെങ്കടേഷിൻ്റെ മനസ്സിൽ നിന്ന് വന്നിരിക്കണം. രജിസ്ട്രേഷൻ, ബെല്ലടിക്കണം, ഈ കാര്യങ്ങളൊക്കെ വെങ്കടേഷാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെങ്കടേഷ് അതിൻ്റെ കണ്ടമാനം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിപ്രസംഗം ആയില്ലെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു 2 ഇതും കൂടി പറയാനായിട്ടുണ്ട്. നമ്മൾ ടെക്നിക്കലി ഇതിനൊരു രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തത് ഫാദർ സോജി വർഗീസാണ്. പിന്നെ അങ്ങനെ നമ്മൾ ജുവൽസ് 89, ജുവൽസിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്ക് അറിയാം, രത്നങ്ങൾ. തീർച്ചയായിട്ടും
നമ്മളെ മറ്റുള്ളവരാണ് രക്തങ്ങൾ എന്ന് വിളിക്കേണ്ടത്, പക്ഷെ നമ്മൾ ആദ്യം അറിഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുള്ളൂ. ആദ്യം നമ്മളെ അംഗീകരിക്കുക എന്നുള്ള ഈ പേര് നൽകിയത് സോജി വർഗീസാണ്. അപ്പോൾ പലരുടെയും സംഭാവന കൊണ്ടാണ് നമ്മൾ ഇതുവരെയുള്ള സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഇനിയും എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിനെ കുറച്ച് ചിന്തകളുണ്ട്. ഈ ഒരു മീറ്റിംഗ് കൂടി അവസാനിക്കണം എന്ന് കരുതിയല്ല നമ്മൾ തുടങ്ങിയത്. ഇനിയും ഇതിൻ്റെ പിന്നിൽ ഇടയ്ക്ക് പരിപാടികൾക്കിടയ്ക്ക് ഇത് ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. രജിസ്റ്റേർഡ് ആണ്. ഇനി ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്സ് ഏറ്റവും കുറഞ്ഞത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എങ്കിലും കൂടേണ്ടതുണ്ട്. ഭാവിയിലേക്ക് എങ്ങനെ വേണം ഞങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ ഇതുപോലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഒരു ഹെർക്യൂലിയൻ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. പക്ഷേ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് എല്ലാവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇനിയൊരു വേണ്ടി വന്നാൽ അധികം സ്ട്രഗിൾ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും രജിസ്റ്റർ ചെയ്യണം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ എഴുതിവിട്ട് വേണം പോകാൻ. അപ്പോൾ നല്ല ഓർമ്മകളേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോട്ടുകയാണെങ്കിൽ ക്ഷമിക്കുക. ആ സ്പിരിറ്റിൽ എടുക്കുന്നത് എനിക്കറിയാം. കാരണം നമ്മളുടെ സുഹൃത്ബന്ധം ഒരു വാക്കിനപ്പുറത്തുള്ള മനസ്സിൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു.